അപ്പോൾ ഇതാ ഇത് മൂന്നാമതായിട്ടൊന്ന് ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. പച്ചോന്ത് കണ്ട, ഇങ്ങനെയാണ്. അതിന് കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതാ മുട്ടയൊക്കെ കാണുന്നുണ്ട് കണ്ട. ഇതാ ഇങ്ങനെയാണ് ചത്ത് കിടക്കുന്നത്. ഇത് കണ്ട, അരണേൻ്റെ വാലാട്ടാ. അപ്പോൾ നമ്മൾ റോഡ് സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെറു പ്രാണികളും ജീവജാലങ്ങളൊക്കെ ചാവുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടി കയറിപ്പോയിട്ടുള്ള ഒരു തവളയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ട, ഇവിടെ 2 എണ്ണം ചത്തെടുപ്പുണ്ട്. എന്താ അത് തിന്നാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇപ്പോൾ കണക്കെടുപ്പിൽ 2ആയി. നമുക്കിനി പോകുന്ന വഴിയിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ട് നമുക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് കുറേ ജന്തുജീവജാലങ്ങളൊക്കെ ചാവുന്നതായിട്ട് നമ്മൾ കുറേ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് റോഡിൽ എത്ര ജീവികളാണ് ചത്തെടുക്കുന്നതെന്നാണ് നമ്മളിന്ന് കണക്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അഗളി മുതൽ നമ്മൾ മുക്കാലി വരെയാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ പോയി നോക്കാം ഏതൊക്കെ ജീവികൾ എങ്ങനെയൊക്കെയാണ് വണ്ടീൻ്റെ അടിയിൽ പെട്ടിട്ട് ചത്തെടുക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു അവയർനെസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഇത് മൂന്നാമതായിട്ടൊന്ന് ചത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. പച്ചോന്ത് കണ്ട, ഇങ്ങനെയാണ്. അതിന് കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതാ മുട്ടയൊക്കെ കാണുന്നുണ്ട് കണ്ട. ഇതാ ഇങ്ങനെയാണ് ചത്ത് കിടക്കുന്നത്. എന്താ ചെയ്യാ, നമുക്കിത് സൈഡിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇലയ്ക്ക് 3 എണ്ണം കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഏതൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അടുത്തത് 4മതൊരു ഒന്ന് ചത്ത് കിടപ്പുണ്ട് കണ്ടതാ. വണ്ടി എങ്ങനെ കയറിപ്പോയിട്ടുണ്ട് കണ്ട. അപ്പോൾ അടുത്തതൊരു പച്ചിലപ്പാമ്പ് ചത്തെടുപ്പുണ്ട് കേട്ടോ. അത് കാണാവാ, പെട്ടെന്ന് റോഡ് ഇതാ കാണുന്നുണ്ടാ. ചപ്പരപ്പേനായി കിടപ്പുണ്ട്. അപ്പോൾ 5 ഇട്ടാ. ഇത് കണ്ട, നമ്മളിപ്പോൾ എടുത്തേ ഇല്ലു. ആ ബാക്കിലോട് വന്ന വണ്ടി അപ്പം തന്നെ കയറിപ്പോയിന്നേ. ഇതാ കണ്ട, ആരാണ് എങ്ങനെ ചെത്തിടപ്പുണ്ടാവും. എന്തൊരു കഷ്ടം എന്ന് ആലോചിച്ച് നോക്കി. അടുത്തത് ഒരു ഓന്തിട്ട. അത് ഇന്നലെ എന്താ ചത്താൻ തോന്നുന്നു. അത് ഇന്നലെ ചത്തയാൻ തോന്നുന്നു കേട്ടോ. നല്ല ഇത് ഡ്രൈ ആയി കിടപ്പുണ്ട്. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് എന്തായാലും ഒരു സൈഡിലിടാം, എന്നിട്ട് അവസാനം നമുക്കിത് കുഴിച്ചു മൂടാം.
ആകെ 20 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സഞ്ചരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല, അത് ഓരോ കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് ഓരോ ജീവികൾ ഇങ്ങനെ ചത്തിടക്കുന്നത് റോട്ടിൽ. ഇതിനകത്ത് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. അപ്പോൾ അവരിങ്ങനെ റോട്ടിലും ഇതിലൊക്കെ ഇങ്ങനെ ചത്തിടക്കുമ്പോൾ നമുക്കത് കാണാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ 18ഓളം ജീവികളെയാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ കുറേയൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ വാർന്നിരിക്കുന്ന കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് ബ്ലഡിൻ്റെ ഒരു അംശം അത് കാണുന്നവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് അത് ഞങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഒരു അവയർനെസ് വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു മുൻകരുതലായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നോക്കി ഓടിക്കുക, സേഫായി ഓടിക്കുക. മരിച്ചുപോയ എല്ലാ ജീവജാലങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ.